നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയുടെ മുഖച്ഛായ മാറ്റുമെന്ന് പറഞ്ഞ നെതന്യാഹു ഇപ്പോൾ ഇറാനെ തൂത്തുവാരാനുള്ള ശ്രമത്തിലാണ്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി 2 ദിവസം മുമ്പ് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഇറാനിയൻ പ്രോക്സികൾക്കെതിരായ വിജയം പൂർത്തിയാക്കിയതായി നെതന്യാഹു അവകാശപ്പെട്ടു. ട്രംപിനെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു തങ്ങളുടെ ഏറ്റവും പുതിയ ചർച്ച വളരെ സൗഹൃദപരവും ഊഷ്മളവും പ്രധാനപ്പെട്ടതുമായിരുന്നു എന്നും ഗാസയിൽ ബന്ദികളാക്കിയവരെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കുന്നതിന് ട്രംപിന്റെ സഹായം ഉറപ്പിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കി. അടുത്ത മാസം ജനുവരി 20-ന് തന്റെ സ്ഥാനാരോഹണത്തിന് മുൻപ് ഗാസയിലെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന് ട്രംപ് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്തി അതിന്റെ നേതാവ് ഹസൻ നസ്രള്ളയെ വധിച്ചതിന് ശേഷമാണ് ലെബനനിൽ വ്യോമാക്രമണങ്ങളുടെയും കര ആക്രമണങ്ങളുടെയും തീവ്രയുദ്ധം ആരംഭിക്കുന്നത്. സിറിയയുടെ ദീർഘകാല നേതാവായ ബഷർ അൽ അസാദിന്റെ പതനത്തിനു ശേഷം ഇസ്രയേൽ സൈന്യം ഗോലാൻ കുന്നുകളിൽ നിന്ന് രാജ്യത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഹിസ്ബുള്ളക്കെതിരെയും ഇറാനെതിരെയും പ്രവർത്തിക്കാനുള്ള തന്റെ നിശ്ചയദാർഢ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചു കഴിഞ്ഞു. സിറിയയിലെ സ്ഥിതിഗതികൾ, ഗാസയിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം നടത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടിയേ തീരൂ. ബഷാർ അൽ അസദിന്റെ ഭരണം തകരുകയും വിമതർ ഡമാസ്കസ് പിടിച്ചടക്കുകയും ചെയ്ത ശേഷം സിറിയൻ സൈന്യത്തിന്റെ സൈനിക സ്ഥാപനങ്ങളിൽ 80% നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി നെതന്യാഹുവിന്റെ പട്ടികയിലെ അടുത്ത അജണ്ട ഇറാനിലെ ആണവ നിലയങ്ങൾ തന്നെ. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് തടയുന്നതിനുള്ള സാധ്യതകൾ ട്രംപ് പരിഗണിക്കുന്നുണ്ട് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ അടുത്ത സഖ്യകക്ഷിയായ സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയെ തുടർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇപ്പോൾ അവസരമുണ്ടെന്ന് വിശ്വസിക്കുന്നതായി ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടരുകയാണ് എന്ന് ഇസ്രയേൽ സൈനിക വക്താക്കൾ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. റഷ്യയുടെ പിന്തുണയുള്ള ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ഇസ്രയേൽ ശക്തമായി തന്നെ ട്രംപിനോട് അവതരിപ്പിച്ചിട്ടുണ്ട്. ട്രംപ് തികച്ചും നയതന്ത്ര നേതാവാണെങ്കിലും ദീർഘകാല സംഘർഷങ്ങളിൽ അധികം വിശ്വസിക്കുന്നില്ല. കൂടാതെ നയതന്ത്ര ചർച്ചകളിലൂടെ യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കുന്നതിനു വേണ്ടി വാദിക്കുകയും ചെയ്തു. അതിനാൽ ജോ ബൈഡനിൽ നിന്ന് ഭരണം ഏറ്റെടുക്കുമ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിക്കുന്നതിനെക്കുറിച്ച് ട്രംപിന്റെ കൃത്യമായ നിലപാട് എന്തായിരിക്കും എന്ന സംശയം പക്ഷേ ബാക്കിയാണ്. മധ്യേഷ്യയിൽ ഹിസ്ബുള്ളയെ വീണ്ടും ശക്തരാക്കാൻ അനുവദിക്കില്ല എന്ന കർശന നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. ഹിസ്ബുള്ളയുടെ ആയുധശേഖരവും അവർക്കുള്ള ഇറാന്റെ ശക്തമായ പിന്തുണയും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണമാണെന്നും ഞങ്ങൾ അതിനെ എന്ത് വില കൊടുത്തും നേരിടുമെന്നും ശപഥം ചെയ്തിരിക്കുകയാണ് ജൂത നേതാവ് നെതന്യാഹു. ഇതേസമയം സിറിയൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ സിറിയയിൽ നിന്നുള്ള ആഭ്യന്തര ഭീഷണിക്കെതിരെയും അതിർത്തിക്കടുത്തുള്ള തീവ്രവാദ ഘടകങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തടയുന്നതിനു വേണ്ടിയാണെന്ന് നെതന്യാഹുവിന്റെ അവകാശവാദമുണ്ട്. എന്നാൽ സിറിയയുമായുള്ള സംഘർഷത്തിന് തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നും നെതന്യാഹു പറയുന്നു. സിറിയ, ലെബനൻ, ഗാസ എന്നിവിടങ്ങളിലെ ശക്തികേന്ദ്രം ഇറാനാണെന്നും മധ്യേഷ്യയിലെ വൻ വിപത്തുകൾക്ക് പിന്നിൽ ഇറാന്റെ കൈകളാണ് എന്നുമുള്ള തങ്ങളുടെ നിലപാടിനെ നെതന്യാഹു ട്രംപിനെ ധരിപ്പിച്ചതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. തീവ്രവാദ ഭീഷണി തടയാൻ തെക്കൻ സിറിയയിലെ ഗോലാൻ കുന്നുകളിൽ ഇസ്രയേൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി നെതന്യാഹു കഴിഞ്ഞ ദിവസവും അറിയിച്ചു. ഇതേസമയം നിയുക്ത പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരവും ഊഷ്മളവുമായിരുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിന്റെ ലക്ഷ്യവും വിജയവും പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത സംസാര വിഷയമായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ വരവോടെ മധ്യേഷ്യയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത്. സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് നെതന്യാഹു പറയുന്നു. എന്നാൽ നിലവിലെ ഭരണകൂടം ഇറാനെ സിറിയയിൽ കൈകടത്താൻ അനുവദിക്കുകയോ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൈമാറുകയോ ചെയ്താൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിന്റെ സൈനിക, രാഷ്ട്രീയ, സാമുദായിക നിലപാടുകൾ കൂടുതൽ ശക്തിയാർജിച്ചതോടെ സിറിയ, ഇറാൻ, പലസ്തീൻ എന്നിവിടങ്ങളിൽ വൻ സൈനിക മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം. പുടിന്റെ സൗഹാർദ്ദ രാജ്യങ്ങളിലൊന്നായ ഇറാനെ പിണക്കാൻ ട്രംപ് തുനിയുമോ, അതല്ലെങ്കിൽ ഇറാനെ തഴഞ്ഞ് ജൂത ഭരണകൂടത്തെ സംരക്ഷിക്കുമോ എന്ന ചോദ്യമുയരുമ്പോൾ
ട്രംപ് തന്റെ ആദ്യ ടേമിൽ പിന്തുടർന്ന ഇറാനെതിരായ ആക്രമണാത്മക ഉപരോധ നയം രണ്ടാം ടേമിൽ ഉണ്ടാകില്ല എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും ലെബനനിലെ പ്രധാന പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്തിയതിനും ശേഷം ഒറ്റപ്പെട്ട ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുമായി കൂടുതൽ മുന്നോട്ടു പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ള അനുമാനത്തിൽ കൂടിയാണ് ഇസ്രയേലിലെ നയതന്ത്ര വിദഗ്ധരും. മലയാളി വാർത്ത ഇൻസൈഡ്.